പ്രിയ സ്നേഹിതരെ, നമ്മുടെ വാക്കുകൾ ദൈവകൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്ന വാക്യം ബൈബിളിൽ ഉള്ളതിനെക്കുറിച്ചാണല്ലോ നാം പറഞ്ഞു നിർത്തിയത്. നമ്മുടെ വാക്കുകൾ അന്യോന്യം കൈമാറുമ്പോൾ, മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ കൂട്ടിച്ചേർക്കട്ടെ. അതായത്, ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ അല്ലെങ്കിൽ പിതാവ്, മാതാവ്, കുഞ്ഞുങ്ങൾ, ഇനി പ്രായമുള്ളവരുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും, ഇനി അപ്പൂപ്പനും അമ്മൂമ്മയും, ഇങ്ങനെയൊക്കെ ഉള്ളവർ നമ്മളോടൊപ്പം പാർക്കുന്നു എങ്കിൽ ആ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ഏതൊക്കെ വാക്കുകൾ, ഏതൊക്കെ ആശയങ്ങൾ, എന്തൊക്കെ തീരുമാനങ്ങൾ പങ്കുവെക്കുവാൻ കഴിയും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ കുടുംബത്തിലുള്ള കൊച്ചു കുഞ്ഞു മുതൽ പ്രായമായവർ വരെ എല്ലാവർക്കും സംസാരിക്കാനുള്ള അനുവാദവും സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം. ചിലയിടങ്ങളിൽ, ചില കുടുംബങ്ങളിൽ ചിലർക്ക് സംസാരിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. അത് എന്തുകൊണ്ട് അനുവാദം കൊടുത്തിട്ടില്ല എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അറിയുന്നത്, അവർ അനുവാദം നഷ്ടപ്പെടുത്തിയവർ അവർ ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ അനുയോജ്യമല്ലാത്തതും യോഗ്യമല്ലാത്തതും സഭ്യമല്ലാത്തതുമായ വാക്കുകൾ ആവർത്തിച്ച് സംസാരിച്ചതിനാൽ ആ കുടുംബത്തിലുള്ളവർ പറഞ്ഞു, ഇനി നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട, മിണ്ടണ്ട എന്ന് പറഞ്ഞ് അവർക്ക് വിലക്ക് ഏർപ്പെടുത്താറുണ്ട്. അപ്പോൾ ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നത്, ഇനി ജോലി സ്ഥലത്തായാലും ചിലർക്ക് ചില കാര്യങ്ങൾ വിലക്ക് ഏർപ്പെടുത്തേണ്ടി വരും. ചില കാര്യങ്ങൾ നിങ്ങൾ ഇടപെടണ്ട, ആ വിഷയവുമായി നിങ്ങൾ സംസാരിക്കണ്ട എന്നൊക്കെ പറയുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ വാക്കുകൾക്ക് വളരെ വിലയുണ്ട്. ഞാൻ എന്ത് പറയുന്നു, ഞാൻ എന്ത് വാക്കുകൾ, ഏത് രീതിയിൽ എൻ്റെ ആശയങ്ങൾ കൈമാറുന്നു എന്നൊക്കെ വളരെ പ്രധാനമാണ്. എൻ്റെ സ്ഥാനത്തെയും സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ അല്ലെങ്കിൽ കൂട്ടുകൂടി നിൽക്കുന്നിടത്ത് എൻ്റെ നിലയും വിലയും അനുസരിച്ച് വേണം ഞാൻ സംസാരിക്കാൻ. തമാശ പറയുന്ന ചിലരുണ്ട്. ചില തമാശകൾ അതിര് കവിഞ്ഞു പോകാറുണ്ട്. യോഗ്യമല്ലാത്തതും ആ പരിസ്ഥിതിക്ക് അനുയോജ്യമല്ലാത്ത തമാശകൾ പറയുന്നവരുണ്ട്. മറ്റുള്ളവരെ വിമർശിക്കാനും കളിയാക്കാനുമായി, താഴ്ത്തിക്കെട്ടാനുമായി വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഇനി ചിലർ വാക്കുകൾ അതിശയോക്തിപരമായിട്ട്, അതായത് വാസ്തവമായി യാതൊരു ബന്ധവുമില്ലാത്ത, എന്നാൽ അവരവർക്ക് കഴിയുന്നതോ അല്ലെങ്കിൽ അവരവർ ഉച്ചരിക്കേണ്ടതുമായ വാക്കുകളെക്കാൾ കവിഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുക. ഇനി മറ്റൊന്നാണ് വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ശൈലിയുണ്ട്. അദ്ദേഹം ഉപയോഗിക്കാവുന്ന വാക്കുകളുണ്ട്, അദ്ദേഹം ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളുണ്ട്. ചിലപ്പോൾ പറയാറുണ്ട്, പാർലമെന്റേറിയൻ വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയാറുണ്ട്. അതായത്, ഒരു ചുറ്റുപാടിൽ നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ പറയാൻ കൊള്ളാവുന്ന വാക്കുകൾ. നമ്മൾ ഒരു പള്ളിയിൽ ചെന്നു, ഒരു അമ്പലത്തിൽ ചെന്നു, ദൈവ സാന്നിധ്യമുള്ളിടത്ത് നാം നിൽക്കുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്കുകളുണ്ട്, അല്ലേ? അവിടെ നിൽക്കുമ്പോൾ നാം ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക, മറ്റൊരാൾക്ക് കേട്ടാൽ അറപ്പ് തോന്നുന്ന വാക്കുകൾ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെയുള്ളത് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു വിപത്ത് എന്ന് പറയുന്നത് നമ്മളെ തന്നെ നമ്മൾ ചവിട്ടി താഴ്ത്തുകയാണ്. നല്ല സഭ്യമായതും മറ്റൊരാൾ കേട്ടാൽ അഭിനന്ദിക്കുകയും ചെയ്യുന്ന വാക്കുകളാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മാനം നമ്മൾ തന്നെ ഉയർത്തുകയാണ്. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ എനിക്ക് മാന്യത വർദ്ധിക്കുകയാണ്. ഇനി അപ്പനും അമ്മയും കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് ഒരു രീതിയുണ്ട്. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് സംസാരിക്കുന്നതിന് ഒരു രീതിയുണ്ട്. എന്നാൽ ആ രീതിക്ക് വിപരീതമായോ അതിൻ്റെ അതിര് കവിഞ്ഞുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ അന്യോന്യം സ്നേഹക്കുറവും വഴക്കുണ്ടാകാനിടയും. അതുതന്നെയുമല്ല, തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടിയതായിരിക്കണം. ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം.
മറ്റൊരാളെക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന വാക്കുകളായിരിക്കും നാം ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെയൊക്കെയാണോ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരാളത് വാക്കുകൾ ഉപയോഗിക്കുന്നെങ്കിൽ അതെത്ര ശ്രേഷ്ഠമായിരിക്കും എന്നറിയാമോ? വേദപുസ്തകത്തിൽ ഒരു വാക്കും കൂടെ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചിന്തകൾ രൂപപ്പെട്ടു വരുന്നുവോ അതനുസരിച്ചായിരിക്കും ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് ആശയങ്ങൾ കൈമാറുന്നത്. അപ്പോൾ എൻ്റെ വാക്കുകൾ സഭ്യമുള്ളതാണെങ്കിൽ എൻ്റെ ഹൃദയം, എൻ്റെ ചിന്ത നല്ലതാണെന്നർത്ഥം. എൻ്റെ വാക്കുകൾ അതിശയോക്തിയില്ലാതെ വാസ്തവികതയുമായി ബന്ധമുള്ളതും മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള സ്വഭാവം എങ്ങനെയുള്ളതെന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ എന്ത് അധികാരത്തോടെ ഒരു വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. എൻ്റെ സ്ഥാനം ഇടിച്ചു താഴ്ത്തിക്കെട്ടാതെ, മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാതെ ഉള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ നമുക്ക് മാന്യത ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ. നമ്മുടെ വാക്കുകൾ നേരെ ചൊവ്വയുള്ളതല്ലെങ്കിൽ ദൈവമേ എന്നെ സഹായിക്കണം. പലപ്പോഴും എൻ്റെ വാക്കുകൾ അതിര് കവിഞ്ഞു പോകാറുണ്ട്. വാസ്തവമായി അതൊരു ബന്ധവുമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിനുള്ള ക്രമീകരണം വരുത്തി ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.